ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തു. ടെക്സ്റ്റിൽ കുറച്ചുകൂടെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ ആ ടഫ് ലെവൽ കൂടിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കണം എന്നില്ല. നമുക്ക് ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളൂ. ഓക്കെ, നൗ അവർ നെക്സ്റ്റ് ടോപ്പിക് ഇസ് പോളിനോമിയൽസ്. അപ്പോൾ എന്താണ് പോളിനോമിയൽസ്? പോളിനോമിയൽസ് മേ ബി ഡിഫൈൻഡ് ആസ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓൾജിബ്രിക് എക്സ്പ്രഷൻസ് വിച്ച് ഇൻവോൾവ് ഓൺലി വൺ വേരിയബിൾ. അതായത് ഒന്നെങ്കിൽ എക്സ് മാത്രമുള്ളൊരു ഇക്വേഷൻ അല്ലെങ്കിൽ വൈ മാത്രം വരുന്ന ഇക്വേഷൻ. വൈ മീൻസ് വൈയോ വൈയുടെ പവേഴ്സോ ആകാം. വൈ സ്ക്വയർ, വൈ ക്യൂബ് അങ്ങനെയൊക്കെ വരാം. അതായത് ഒറ്റ വേരിയബിൾ മാത്രമുള്ള ഇക്വേഷൻസിനെയാണ് നമ്മൾ ജനറലി പോളിനോമിയൽ എന്ന് പറയുന്നത്. ഈവൻ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഡെഫിനിഷൻ പറഞ്ഞത് പോലും ഇറ്റ് ഈസ് എ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്നാണ്. അതായത് സെയിം വേരിയബിൾ വരുന്ന ഇക്വേഷൻസിനെയാണ് പോളിനോമിയൽസ് എന്ന് പറയുക. അതിൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ എസ്പെഷ്യലി വിളിക്കുന്ന പേരായിരുന്നു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, സോ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. കൺസിഡർ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x² മൈനസ് 2x + 1. അതൊരു പോളിനോമിയലാണ്. പോളിനോമിയലിനെ ജനറലി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് പി ഓഫ് എക്സ്, പോളിനോമിയൽ ഓഫ് എക്സ് എന്ന് പറയും. സോ ഇത് എക്സ് മാത്രമുള്ളൊരു ഫംഗ്ഷനാണ്. ഇനി ഇവിടെ എക്സിന് നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുത്താൽ ആ ഇക്വേഷൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ എക്സിന് 1 എന്ന് കൊടുത്താൽ പി ഓഫ് 1 എന്ന് കൊടുക്കുക. എന്നിട്ട് ഇക്വേഷനിൽ എക്സ് കാണുന്നിടത്തൊക്കെ 1 കൊടുക്കുക. 3x² പകരം 3 × 1² മൈനസ് 2x പകരം മൈനസ് 2 × 1 + 1 അതുപോലെ ചെയ്യുമ്പോഴത്തേക്ക് 2 എന്ന് കിട്ടും. അതുപോലെ എക്സിന് വേണമെങ്കിൽ -1 ഇട്ടാൽ പി ഓഫ് -1 കിട്ടും. അതായത് എക്സിൻ്റെ വാല്യൂ ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് അവിടെ ആ ഒരു പോളിനോമിയലിൻ്റെ വാല്യൂ കിട്ടും. നൗ പോളിനോമിയലിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. സപ്പോസ് ഇഫ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. പി ഓഫ് 0 പി ഓഫ് 1 കാണാനാണ് പറഞ്ഞേക്കുന്നത്. ആദ്യം പി ഓഫ് 0 കാണാം. അതിന് മുന്നേ ഇക്വേഷൻ ഞാനൊന്ന് എടുത്തെഴുതുവാണ്. 2x² മൈനസ് 3x + 5x - 1. ദെൻ അതിൻ്റെ കൂട്ടത്തിൽ പി ഓഫ് എക്സിന് പകരം നമ്മൾ ആദ്യം 0യുടെ വാല്യൂ ആണ് എടുക്കുന്നത്. അപ്പോൾ പി ഓഫ് 0 എന്ന് വരും. പി ഓഫ് 0 എന്ന് പറയുമ്പോൾ എക്സിന് പകരം 0 ഇട്ട് കൊടുക്കുന്നു. മൈനസ് 3 × 0 + 5 × 0 - 1. That is 0 - 0 + 0 - 1 which is equal to -1. Similarly പി ഓഫ് 1 കാണാം. പി ഓഫ് 1 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനിൽ എക്സിന് പകരം 1 എന്ന് കൊടുക്കുക. അപ്പോൾ 2 × 1² മൈനസ് 3 × 1 + 5 × 1 - 1. That is 2 - 3 + 5 - 1. പോസിറ്റീവുള്ള രണ്ടുപേരെ കൂട്ടുന്നു. 2 + 5 7 മൈനസ് 3 1 4 7 - 4 3. സോ ഇത് അത്യാവശ്യം എളുപ്പമുള്ള പോർഷനാണ്. ഒരു 4 മാർക്സോ 2 മാർക്സോ ഒക്കെ വരാൻ ചാൻസ് ഉള്ളതാണ്. പ്രാക്ടീസ് ചെയ്യുക. സോ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സം ആൻഡ് ഡിഫറൻസ് ഓഫ് പോളിനോമിയൽസ്. രണ്ട് പോളിനോമിയൽസ് തന്നിട്ട് അവരുടെ സം കാണാനോ അല്ലെങ്കിൽ രണ്ട് പോളിനോമിയൽസ് തന്നിട്ട് അവരുടെ ഡിഫറൻസ് കാണാനോ പറഞ്ഞാൽ എന്ത് ചെയ്യണം? നമുക്ക് നോക്കാം. ഡയറക്റ്റ് കാണുവാണ്. ആദ്യത്തേത് പി ഓഫ് എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ്. സംഭവം വളരെ എളുപ്പമാണ്. വേണമെങ്കിൽ ഈ ഇക്വേഷൻ ഫുൾ ഇവിടെ എഴുതുക, പ്ലസ് ഇത് മൊത്തം എഴുതുക. അതിനുശേഷം ഒരേപോലുള്ള വേരിയബിൾസ് തമ്മിൽ കൂട്ടുക. x² ഉള്ളത് 2 പേരല്ലേ ഉള്ളത്. x² ഉള്ളത് ആരൊക്കെയാണ്? 12ഉം 2ഉം. 12 + 2 എത്ര വരും? 14x². അടുത്തത് 5 + 3x. 5x 3x. 5 + 3 8x. -3 + 10 എത്ര വരും? 10 ൽ നിന്ന് 3 പോയാൽ 7. സോ അതിൻ്റെ ആൻസർ കിട്ടി. അടുത്തത് സിമിലർലി പി ഓഫ് എക്സ് മൈനസ് ക്യൂ ഓഫ് എക്സ്. ഇവന്മാരെ തമ്മിൽ എന്ത് ചെയ്യാൻ പോണു? കുറയ്ക്കാൻ പോകുന്നു. 12 ൽ നിന്ന് 2 പോയാൽ 10x² പ്ലസ് 5 ൽ നിന്ന് 3 പോയാൽ 2x -3 ൽ നിന്ന് -10 പോയാൽ തമ്മിൽ കൂട്ടി പൊതുചിഹ്നം -13. കേട്ടോ, ഇത്ര എളുപ്പമാണ് എന്തെന്ന് പറയുക, സമ്മ് അല്ലെങ്കിൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ പരീക്ഷയ്ക്ക് 2 മാർക്കിനോ 4 മാർക്കിനോ ചോദിച്ചാൽ ഒറ്റയടിക്ക് എഴുതരുത്. പകരം ഒന്നെങ്കിൽ ഇങ്ങനെ 2 സെറ്റ് എഴുതുക, ഇങ്ങനെ താഴെ വരച്ചിട്ട് തമ്മിൽ കൂട്ടി കാണിക്കുക, അല്ലെങ്കിൽ ഓരോന്ന് പെറുക്കി എഴുതി കൂട്ടി കാണിക്കുക. ഇനി ഇതേപോലെ തന്നെ നമുക്ക് പ്രോഡക്റ്റും അതേപോലെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും കൂടെ നോക്കണം. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പി ഓഫ് എക്സും ക്യൂ എക്സും തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് പി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് ആയിരിക്കും കാണേണ്ടത്. സോ നമ്മൾ മൾട്ടിപ്ലിക്കേഷനാണ് നോക്കുന്നത്. 2 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്, അത് തമ്മിൽ ഗുണിക്കുക. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ അതേപോലെ കൊടുക്കുന്നു, ഇൻറ്റു രണ്ടാമത്തെ ഇക്വേഷൻ കാണിക്കുക.
ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഇതിൽ ഓരോ ടേമും അകത്തോട്ട് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് എക്സ് സ്ക്വയർ കൊണ്ട് ഇവന്മാരെ എല്ലാവരെയും മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് സ്ക്വയർ ഇൻറ്റു 2x സ്ക്വയർ എത്ര വരും? 2x⁴. ഇനി എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എത്ര വരും? x³ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു -1 പ്ലസ് അല്ല -x². അപ്പം ഈ ഒരു ടേം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് പ്ലസ് 2x വെച്ചിട്ട് ചെയ്യണം. 2x വെച്ചിട്ട് എല്ലാവരെയും ഗുണിക്കാൻ പോവുകയാണ്. 2x ഇൻറ്റു 2x സ്ക്വയർ എത്ര വരും? 4x³. 2x ഇൻറ്റു എക്സ് 2x സ്ക്വയർ. 2x ഇൻറ്റു -1 -2x. ഇനി അടുത്തത് പ്ലസ് 1 കൊണ്ട് 1 ഇൻറ്റു ചെയ്യുമ്പോൾ അതേ സാധനങ്ങൾ തന്നെ കിട്ടും. 2x സ്ക്വയർ പ്ലസ് എക്സ് -1. ഇനി കൂട്ടാവുന്ന എല്ലാവരെയും കൂട്ടുക, കുറയ്ക്കാവുന്ന എല്ലാവരെയും കുറയ്ക്കുക. x⁴ ഒരാളേ ഉള്ളൂ, അത് 2x⁴ ആണ്. ഇനി x³ 2 ടേംസ്, 4x³ കൂടെ x³ കൂട്ടിയാൽ 5x³. ഇനി x² ആണ്. 2x² x² പോയാൽ എത്ര വരും? x². അത് പ്ലസ് 2x² ചെയ്യുമ്പോൾ 3x². ഇനി ഇതെല്ലാമായി എക്സിൻ്റെ ടേം -2x പ്ലസ് എക്സ് -x. ഇനി ഒരു നമ്പറിൻ്റെ ടേം ആണുള്ളത്. നമ്പറിൻ്റെ ടേം ഉള്ളത് 1 മാത്രമല്ലേ ഉള്ളൂ, -1. ദിസ് വിൽ ബി ദ ആൻസർ. അതായത് ആദ്യത്തെ പോളിനോമിയൽ എന്താണോ അതിലെല്ലാ ടേംസിനെയും അകത്തോട്ട് ഗുണിച്ച് ചെയ്യുക. ഇനി ഈ ഗുണിച്ചതിൽ ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടെന്ന് എനിക്കറിയാം. അതായത് x² ഇൻറ്റു 2x സ്ക്വയർ എങ്ങനെ 2x⁴ വന്നു? അത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനൊരു ഫോർമുല ഉണ്ട്. x⁴ ഇൻറ്റു x⁵b എന്ന് വെച്ചാൽ x⁴a പ്ലസ് b ആണ്. അപ്പം അങ്ങനാണെങ്കിൽ നമുക്കിവിടെ ഇവിടെ x²ഉം 2x സ്ക്വയറും x² ഇൻറ്റു 2x സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 കോമൺ ഉള്ളത് ഞാൻ കൊടുത്തു. അതല്ലാതെ x⁴a പ്ലസ് b 2 + 2 ദാറ്റ് ഈസ് 2x⁴. കണ്ടോ? അതാണ് ഞാൻ ഇവിടെ കൊടുത്തത്. ഇതേപോലെ എല്ലാ ടേംസും വരാം. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ വെറുതെ കാണിക്കുവാണ്. x⁵ ഇൻറ്റു x⁵3 എന്ന് വെച്ചാൽ x⁵5 + 3 ആണ്. അതായത് x⁸ ആണ്. കിട്ടിയോ? ഈ ഫോർമുല വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിവിഷൻ ആണ്. അതുകൂടെ നോക്കാം. സോ നമുക്ക് ഡിവിഷൻ കൂടെ നോക്കാം. ഡിവിഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിവൈഡ് ഒരു പോളിനോമിയൽ ബൈ അനദർ പോളിനോമിയൽ. ഓക്കെ, ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ പോളിനോമിയൽ ആരാണ്? x³ -3x² - x + 3. നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന പോലെ തന്നെ, സാധാ ഡിവിഷൻ കൊടുക്കുന്ന പോലെ തന്നെ ഡിവിഷൻ ഇവിടെയും കൊടുക്കാം. ഓക്കെ, ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഇയാളെ കൊണ്ട്. x² - 4x + 3. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ 2 ടേംസും ഒന്ന് നോക്കുക. ആദ്യത്തെ ടേം ഇവിടെ ആരാ? x³. ഇവിടുത്തത് ആരാ? x². ഇവന്മാരെ കൊണ്ടൊന്ന് സൈഡിൽ ഡിവൈഡ് ചെയ്ത് നോക്കുക. x³ ഡിവൈഡഡ് ബൈ x² എത്ര കിട്ടും? x എന്ന് കിട്ടും. ആക്ച്വലി ആ x ഇവിടെ മുകളിൽ കാണിക്കണം. കിട്ടിയോ? ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടുത്തെ ആദ്യത്തെ ആൾ ഡിവൈഡ് ബൈ ഇവിടുത്തെ ആദ്യത്തെ ആൾ ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും. അയാളെ ആൻസറിൻ്റെ ഭാഗത്ത് എഴുതുക. ഇനി ഈ ടേം കൊണ്ട് ഈ എക്സിനെ മൊത്തം, അല്ലെങ്കിൽ എക്സ് കൊണ്ട് ഈ ടേമിനെ മൊത്തം ഗുണിക്കുക. x ഇൻറ്റു x² x³ x ഇൻറ്റു -4x -4x², x ഇൻറ്റു 3 3x. ഇനി ഇവന്മാരെ തമ്മിൽ മൈനസ് ചെയ്യുക. ഇത് ക്യാൻസലായിപ്പോയി. ഇത് -3x² -4x². അതായത് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഇത് പോസിറ്റീവ് ആകും. 4x² നിന്ന് 3x² പോയാൽ x². ഇവിടെ -x -3x എന്ന് വരും. തമ്മിൽ കൂട്ടി പൊതുചിഹ്നം എക്സിൽ നിന്ന് -3x കുറച്ചാൽ -4x. ഇനി അടുത്ത ആളെ ഇറക്കി എഴുതുക താഴോട്ട്. ക്യാരി ഡൗൺ. വീണ്ടും ഇവിടുത്തെ ആദ്യത്തെ ആളെ ഇവിടുത്തെ ആദ്യത്തെ ആളുമായിട്ട് ഡിവൈഡ് ചെയ്യുക. x² x² 1 എന്ന് കിട്ടും. ആ കിട്ടിയ ആൻസറിനെ ഇവിടെ കാണിക്കുക. പ്ലസ് ആണെങ്കിൽ പ്ലസ്, ഇവിടെ മൈനസ് ആണെങ്കിൽ മൈനസ്. ഈ 1 കൊണ്ട് ഇവന്മാരെ മൊത്തം ഗുണിക്കുക. x² -4x + 3. വീണ്ടും തമ്മിൽ കുറയ്ക്കുക. തമ്മിൽ കുറയ്ക്കുമ്പോൾ നമുക്കിവിടെ 0 കിട്ടി. സോ ഇവിടുത്തെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് എന്ത്? x + 1. സോ ആൻസർ ഇസ് x + 1 വിത്ത് റിമൈൻഡർ എത്ര? 0. ഇപ്പോൾ ചില കേസിൽ കറക്റ്റ് റിമൈൻഡർ 0 വരത്തില്ല. അപ്പോൾ വേറെ വാല്യൂ വരുന്നത് നമ്മൾ കാണിക്കുക.
ഇതാണ് പോളിനോമിയലിൻ്റെ ഡിവിഷൻ. ഞാൻ ഒന്നുകൂടെ പറയാം. നമുക്ക് തന്നേക്കുന്ന ഫസ്റ്റ് പോളിനോമിയലിൻ്റെ ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ സെക്കൻഡ് പോളിനോമിയലിൻ്റെ ഫസ്റ്റ് ടേം ചെയ്യുക. എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ എക്സ് എന്ന് കിട്ടി. അത് ആൻസറിൻ്റെ അവിടെ കൊടുക്കുന്നു. ആ ആൻസറിനെ ഈ കംപ്ലീറ്റ് ഇക്വേഷനായിട്ട് ഗുണിച്ചിട്ട് ഇവിടെ കാണിക്കുന്നു. ദെൻ ഇവന്മാരെ തമ്മിൽ കുറയ്ക്കുന്നു. എന്തെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ താഴോട്ട് ഇറക്കി എഴുതുന്നു. വീണ്ടും ഇവിടുത്തെ ആദ്യത്തെ ആളെ ഡിവൈഡ് ബൈ ഇവിടുത്തെ ആദ്യത്തെ ആൾ ചെയ്യുന്നു. അപ്പോൾ ഒരു ആൻസർ കിട്ടും. ആൻസർ ഇവിടെ കാണിക്കുന്നു. അതേ ഇൻറ്റു ഈ ഇക്വേഷൻ ചെയ്യുന്നു. ഇവിടെ കിട്ടും. തമ്മിൽ കുറയ്ക്കുന്നു. റിമൈൻഡർ കിട്ടുന്നു. ഇതാണ് ഡിവിഷൻ ഓഫ് പോളിനോമിയൽസ്. ഇനി നമ്മൾ നോക്കുന്നത് റിമൈൻഡർ തിയറം. അതായത് പോളിനോമിയൽസുമായിട്ട് ബന്ധപ്പെട്ട് 2 തിയറംസ് ഉണ്ട്. റിമൈൻഡർ തിയറവും അതുപോലെ ഫാക്ടർ തിയറവും. ഇതിൽ ആദ്യത്തേതാണ് റിമൈൻഡർ തിയറം. റിമൈൻഡർ തിയറിൽ പറയുന്നത് ഫോർ എ പോളിനോമിയൽ പി ഓഫ് എക്സ് when the polynomial is divided by x minus a then the remainder will be p of a. ഏതെങ്കിലും ഒരു പോളിനോമിയലിനെ എക്സ് മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് പി ഓഫ് എ ആയിരിക്കും. സാധാരണഗതിക്ക് ഇതിങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ റിമൈൻഡർ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ ഫുൾ ഇക്വേഷനെ x+2 വെച്ചിട്ട് നമ്മൾ ഈ ചെയ്ത പോലെ ഡിവൈഡ് ചെയ്ത് ഈ കിട്ടുന്ന ആൻസർ ആയിരിക്കും കൊടുക്കുക. പക്ഷേ ഇവിടെ കുറച്ചുകൂടി എളുപ്പമുണ്ട്. എളുപ്പമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ പി ഓഫ് എ കണ്ടാൽ മതി. അതാണ് റിമൈൻഡർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് എ എന്നാണ് പറഞ്ഞേക്കുന്നത്. എക്സ് മൈനസ് എക്ക് പകരം എന്താ കൊടുത്തേക്കുന്നത്? x+2 എന്നാണ് അല്ലേ? അതായത് എക്സ് -2 എന്നൊരു ഫോം വേണം. കാരണം എക്സ് മൈനസ് എ എന്നാണ്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് 2 അല്ല, പകരം എന്താ? ഇതിന് പകരം എക്സ് മൈനസ് എ എന്ന ടേം ഇതാകണമെങ്കിൽ ആക്ച്വലി എ എന്ന് പറയുന്നത് 2 അല്ല, പകരം -2 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആൻസർ കാണണമെങ്കിൽ ചില കുട്ടികൾ തെറ്റിക്കുന്നത് ഒറ്റടിക്ക് പി ഓഫ് 2 കാണും. പി ഓഫ് 2 അല്ല കാണേണ്ടത്. ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ നമ്മളിവിടെ മൈനസ് കൊടുക്കുക. ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പോസിറ്റീവ് കൊടുക്കുക. അങ്ങനെ ഓർത്താലും മതി. ഓക്കെ. ഇപ്പോൾ സപ്പോസ് ഇവിടെ x-2 എന്നാണെങ്കിൽ പി ഓഫ് 2 കണ്ടാൽ മതി. പക്ഷേ x+2 എന്നായതുകൊണ്ട് പി ഓഫ് -2 കാണണം. പി ഓഫ് -2 എങ്ങനെ കാണാം? ഈ ഇക്വേഷനിൽ എക്സിന് പകരം എല്ലായിടത്തും -2 എന്ന് കൊടുക്കുന്നു. +4 × -2 +2. നെഗറ്റീവിൻ്റെ സ്ക്വയർ പോസിറ്റീവ് തന്നെയാണ്. നെഗറ്റീവ് 4 2s are 8 +2. 4 × 2 6, 6 ൽ 8 പോയാൽ -2. സോ ഇതിനെ ഈ പറയുന്ന പോളിനോമിയലിനെ ഈ പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ശിഷ്ടം അഥവാ റിമൈൻഡർ -2 ആണ്. ഇതാണ് റിമൈൻഡർ തിയറം. ഒന്നുകൂടെ നോക്കുക. ഇഫ് എ പോളിനോമിയൽ ഇസ് ഡിവൈഡഡ് ബൈ x minus a then the remainder can be calculated using the equation formula p of a. ഇതാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക. ഇതിൻ്റെ 1-2 പ്രോബ്ലംസ് കൂടെ ടെക്സ്റ്റിലുണ്ട്. അത് നോക്കി സോൾവ് ചെയ്യുക. ദെൻ ഇതേപോലെ തന്നെ വരുന്ന അടുത്ത തിയറമാണ് ഫാക്ടർ തിയറം.